ഇവരുടെ നെറികെട്ട രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്ന് പറയട്ടെ, പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ കേൾക്കേണ്ടത് അനിവാര്യമാണ്. ഒരു യുവാവിനെ കൊല്ലാൻ വേണ്ടി ഇസ്ലാം മത വിശ്വാസിനിയായ ഒരു സ്ത്രീയെ കൊണ്ട് താൻ നിസ്കാരപ്പായയിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് കള്ളം പറയിപ്പിച്ചതും മുസ്ലിം ലീഗാണ്. രാജ്യത്തെ മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിച്ച് മുസ്ലിങ്ങളെ രണ്ടാം ഘട്ട പൗരന്മാരാക്കാനുള്ള പൗരത്വ ഭേദഗതി നിയമത്തെ പിന്തുണച്ചവരുടെ പാർട്ടിയും ലീഗാണ്. മസ്ജിദിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത അറുമുഖൻ എന്നയാൾ ഹിന്ദുവായതിന്റെ പേരിൽ അയാൾക്ക് വോട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞ പാർട്ടിയും ലീഗാണ്. യത്തീം മക്കളുടെ സ്ഥലം തട്ടിയെടുത്ത പാർട്ടിയും ലീഗാണ്. വിധവകളുടെ സമ്പാദ്യം വരെ തട്ടിപ്പറിച്ച കമറുദ്ദീന്റെ പാർട്ടിയും ലീഗാണ്. ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിക്ക് പങ്കില്ലെന്ന് പ്രസംഗിച്ച KM ഷാജിയുടെ പാർട്ടിയും ലീഗാണ്. റമളാൻ 27-ാം രാവിൽ കുണ്ടൂർ ഉസ്താദിന്റെ മകനെ കുത്തിക്കൊന്ന പാർട്ടിയുടെ പേരും ലീഗാണ്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് കേരളത്തിന് അനുവദിച്ച് കിട്ടിയ വോട്ട് വിറ്റ് കാശാക്കിയവരുടെ പാർട്ടിയും ലീഗാണ്. BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം പാർലമെന്റിൽ മുത്തലാഖ് ബില്ല് പാസാക്കുമ്പോ അതിനെതിരെ വോട്ട് ചെയ്യാതെ ബിരിയാണി വിളമ്പിയ പാർട്ടിയുടെ പേരും ലീഗാണ്. വെട്ടിക്കുളത്തക്കുവ മസ്ജിദിൽ കുത്തുബ് നടന്നുകൊണ്ടിരിക്കുന്ന ഖത്തീബിനെ ആക്രമിച്ച നമസ്കാരം തടസ്സപ്പെടുത്തിയവരുടെ പാർട്ടിയും ലീഗാണ്. മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ നടക്കുന്ന RSSന്റെ കൂടെ ചേർന്ന് നാഗ്പൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന പാർട്ടിയുടെ പേരും മുസ്ലിം ലീഗ് തന്നെയാണ്. ഓണപ്പറമ്പിലെ പള്ളിയും മദ്രസയും കത്തിച്ചവരുടെ പാർട്ടിയും ലീഗാണ്. സുനാമിയുടെ പേര് പറഞ്ഞ് ദുരിതമനുഭവിക്കുന്നവരുടെ ചിത്രമെടുത്ത് പിരിവ് നടത്തി ആ പണം മുക്കിയവരുടെ ലീഗാണ്. താനൂരിലെ കോർമൻ കടപ്പുറത്തുള്ള SSF ഓഫീസ് ആക്രമിച്ച് ഖുർആനും കിതാബുകളും കത്തിച്ച പാർട്ടിയുടെ പേരും ലീഗാണ്. ഓർമ്മയിലുണ്ടാവണം, ഓർമ്മയിലുണ്ടാവണം. മദ്രസ അധ്യാപകനായ അബ്ദുൽ ഖാദറിന്റെ തലയിൽ കമ്പിപ്പാറ കൊണ്ടടിച്ചു കൊന്ന പാർട്ടിയുടെ പേര് അതും ലീഗാണ്. ബാബരി മസ്ജിദിന്റെ തങ്കത്താഴികക്കുടങ്ങൾ ഈ മണ്ണിലേക്ക് പതിച്ചപ്പോ ഭരണത്തിലുണ്ടായിരുന്നവർക്ക് കോൺഗ്രസ് പാർട്ടിക്ക് ഒത്താശ പാടിയവരുടെ പാർട്ടിയുടെ പേരും ലീഗാണ്. ബാബരി മസ്ജിദ് പൊളിക്കുമ്പോ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത അന്നത്തെ ഭരണക്കാർക്ക് മുമ്പിൽ ഒരക്ഷരം നാവ് കൊണ്ട് ഉരിയാടാതെ പാർട്ടിയുടെ പേരും മുസ്ലിം ലീഗാണ്. ഈ ഗതികേടിന്റെ പേരോ, ഈ ഗതികേടിന്റെ പേരോ, ഈ നാണക്കേടിന്റെ പേരോ മുസ്ലിം ലീഗ്. ഈ മുസ്ലിം ലീഗുകാരനാണ് ഈ മണ്ണിൽ ജനാധിപത്യത്തെ പറയുന്നത്, മതേതരത്വത്തെ കുറിച്ച് പറയുന്നത്. മുണച്ചാക്കുകളും പണച്ചാക്കുകളും ഒത്തുചേർന്നാലൊന്നും എലിയപ്പറ്റയിലെ സഖാവിന്റെ ഒരു രോമത്തെ തൊടാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എലിയപ്പറ്റയുടെ മണ്ണിടത്തോട്ടാണ്. ഈ മണ്ണ് ചെങ്കടലാണ്, ഈ മണ്ണ് ചെഞ്ചോരയാണ്. ഈ മണ്ണിൽ ഒരു മതവർഗീയവാദിക്കും സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ 8-ാം തീയതി നിങ്ങളോട്